ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തി തത്തകളുടെ ശല്യവും. നെടുങ്കണ്ടം മാവടി മേഖലയിലെ കൃഷിയിടങ്ങളിലാണ് തത്തകൾ വ്യാപകമായി നാശം വിതയ്ക്കുന്നത്. കൂട്ടമായി ഏലത്തോട്ടങ്ങളിൽ എത്തുന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ ഏലക്കായ്കളാണ് തത്തകൾ തിന്ന് നശിപ്പിക്കുന്നത്. നെടുങ്കണ്ടം മാവടിയിലെയും സമീപ മേഖലകളിലെയും ഏലം കർഷകർക്ക് നിലവിൽ കൃഷിഭൂമിയിലെ ജോലികൾ ചെയ്യാൻ സമയമില്ല. പാട്ടുകൊട്ടി ശബ്ദമുണ്ടാക്കി എങ്ങനെയെങ്കിലും തത്തകളെ തുരത്താനുള്ള തത്രപ്പാടിലാണിവർ. മുൻവർഷങ്ങളിലും തത്തകൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നെങ്കിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നില്ല. ഇത്തവണയാണ് വിളനാശം കൂടുതൽ. ഒരു മാസം മുമ്പാണ് തത്തകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് എത്തി തുടങ്ങിയത്. നിലവിൽ നൂറുകണക്കിന് തത്തകളാണ് വിവിധ മേഖലകളിൽ എത്തുന്നത്. വിളവെടുപ്പിന് പാകമായതും അല്ലാത്തതുമായ ഏലക്കായ ഇവ തിന്ന് നശിപ്പിക്കും. ഏത് സമയം പറമ്പിൽ കൂടി ഇറങ്ങി ഒച്ചയും വെച്ച് പടക്കവും പൊട്ടിച്ച് തത്തമ്മ ഓടിക്കാൻ അതും ഓടത്തില്ല. അതാണ് പോകരുത്. മനുഷ്യനെ കണ്ട മറ്റു കിളികൾക്കുള്ള പോലെ ഭയം ഇതിനില്ല. അതുകൊണ്ട് ഇത് അത്ര പെട്ടെന്ന് ഈ കൃഷി സ്ഥലത്ത് നിന്ന് മാറിയാലും മരത്തേക്കോടെ കയറിയിരിക്കും. നമ്മൾ ഈ സ്പോട്ട് എപ്പോഴും ഒരിടത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പം മാറുമ്പോഴത്തേക്കും ഇത് വീണ്ടും നിലത്തിറങ്ങി 8-10 കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ ഈ ഇറക്ക അരിഞ്ഞ് കൂട്ടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് കൃഷിക്കാരന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇതിന് ഈ പ്രത്യേകം ഉന്മൂലനാശനം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ജീവിയാണ്. എന്നാൽ ഈ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടങ്ങളിൽ ഇവയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഏലത്തോട്ടങ്ങളിലെ വലിയ മരങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. കൂട്ടമായി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കും. പാട്ടക്കുട്ടിയും മറ്റും ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ കർഷകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഫലപ്രദമല്ല. ശബ്ദം കേൾക്കുമ്പോൾ മരങ്ങളിലേക്ക് പറന്നുയരുന്ന ഇവ കർഷകർ മാറിയാൽ ഉടൻ തന്നെ തിരികെ എത്തും. പൂർണ്ണമായും ഇവയെ തുരത്താനാവില്ലെങ്കിലും കൃഷിയിടത്തിന് ചുറ്റും വലിയ ശബ്ദമുയരുന്ന തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.